അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത പടച്ച തമ്പുരാനിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അറിയിക്കുകയാണ്, അള്ളാഹുവോടുള്ള ബാധ്യതയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാമ്പത്തികമായി ആരോഗ്യമായി കഴിവുള്ള ആളുകൾ കഅബ സന്ദർശിക്കുക എന്നുള്ളത്. വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാകുന്നു. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ അവസാനം എണ്ണിപ്പറഞ്ഞതാണ് ഹജ്ജുൽ ബൈത്ത്, ജേണി ഓഫ് എ ലൈഫ് ടൈം. ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നത് സൂറ ആലു ഇമ്രാനിലെ 97-ാമത്തെ ആയത്തിലൂടെയാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമ ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനൻ വലില്ലാഹി അലന്നാസി ഹിജ്ജൽ ബൈത്തി മനിസ്തതാഉ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ അനിയുൻ അനിൽ ആലമീൻ. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വിശിഷ്യ ഇബ്രാഹിം നിന്ന സ്ഥലം ഉണ്ട്. ആർ അവിടെ പ്രവേശിക്കുന്നുവോ അവർ നിർഭയനായിരിക്കുന്നതാണ്. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു. വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ലോകരുടെ ആശ്രയമില്ലാത്തവനാകുന്നു. വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അള്ളാഹുവിടെ നമ്മളോട് അറിയിക്കുന്നത്. കഅബ മനുഷ്യരാശിയുടെ സമ്മേളന കേന്ദ്രം, സമാധാന സങ്കേതം. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മഹത്തായൊരു അനുഗ്രഹം. കഅബയെ തൻ്റെ ഭവനമായാണ് അള്ളാഹു പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ അതിന് ഏറെ മഹത്വമുണ്ട്, സുരക്ഷിതത്വമുണ്ട്. അതിനെ സന്ദർശിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും ചെയ്താൽ ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. അതിനാൽ അത് നരകത്തെ തടുക്കുന്നൊരു പരിച. ഇക്കാരണങ്ങളാണ് ഹജ്ജ് ഇസ്ലാമിൻ്റെ ഒരു സ്തംഭമായത്. ഹജ്ജും കഅബയും മഖാമ ഇബ്രാഹീമും ഒക്കെ മഹാനായ പ്രവാചകൻ അള്ളാഹു ഖലീലുല്ലാഹി എന്ന് പരിചയപ്പെടുത്തിയ, എൻ്റെ ഫ്രണ്ട് എന്ന് പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതാകുന്നു. ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുകയായിരുന്നു, താൻ നിർണയിച്ചു തരുന്ന സ്ഥലത്ത് ഭൂമിയിൽ എനിക്കായുള്ള ഭവനം നീ പണിയുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനോടൊപ്പം കഅബയുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം കൈകൾ മേൽപോട്ടുയർത്തി അള്ളാഹുവോട് ഇപ്രകാരം പ്രാർത്ഥിച്ചതായി നമ്മൾക്ക് ഖുർആനിലൂടെ കാണാം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. റബ്ബേ, ഇത് എന്നിൽ നിന്നു സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അള്ളാഹുവിൻ്റെ വിളംബരം വീണ്ടും ഉണ്ടായി. യാ ഇബ്രാഹിം അദ്ദിനന്നാസ്, ജനങ്ങളെ നീ വിളിക്കുക. ഇബ്രാഹിം നബി അത്ഭുതത്തോടുകൂടി ചോദിച്ചു, പടച്ചവനെ, എങ്ങനെയാണ് എൻ്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തുക? അള്ളാഹുവിൻ്റെ മറുപടി, നീ വിളിച്ചു പറഞ്ഞോ, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ഹജ്ജിലെ 27-ാമത്തെ ആയത്തിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. വ അദ്ദിന ഫിന്നാസ് ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെപ്പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടങ്ങളുടെ കൂടെ പുറത്തു കയറിയും അവർ നിൻ്റെ അടുത്ത് വന്നുകൊള്ളും. അത്ഭുതകരമായ കാഴ്ചയാണ് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മില്യൺ കണക്കിന് ജനങ്ങളാണ് ഹജ്ജിനായി മക്കത്തും മദീനത്തും എത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹ് ഹദീസാകുന്നു. ഒരിക്കൽ അമ്ർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. പ്രവാചകൻ്റെ കൈകൾ മുന്നോട്ട് നീട്ടിയപ്പോൾ അത് പിന്നോട്ടേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് താങ്കൾ ഉറപ്പ് നൽകണം എൻ്റെ കഴിഞ്ഞ പാപങ്ങളൊക്കെ എന്തായിരിക്കുമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നിൻ്റെ മുൻ കഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. രണ്ടാമതായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഹിജറ മുൻ പാപങ്ങളൊക്കെ മായ്ച്ചു കളയും. അതേപോലെ ഹജ്ജ് ചെയ്യുന്നവൻ്റെ മുൻ പാപങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. അത്രയേറെ പ്രതിഫലവും വളരെയേറെ പ്രാധാന്യമുള്ളതാകുന്നു ഹജ്ജ്. ഹജ്ജ് ചെയ്യാത്തവർ അതിനായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനായി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തഖബ്ബൽ അല്ലാഹ് മിന്ന വ മിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.